ഹലോ എവരി വൺ വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗ്രാൻഡ് പാരൻസ് ടു ബി കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സെമി ഫൗണ്ടൻ തീം കേക്കായത്. അപ്പോൾ ചോക്ലേറ്റ് ഫ്ലേവറിലാണ് വരുന്നത്. 2 കേക്ക് വേണമായിരുന്നു കേട്ടോ. 1 kg 1 kg ആയിട്ട് നമ്മൾ 2 കേക്ക് ഒരുപോലെ തന്നെ. അപ്പം ഏത് പെണ്ണാണ് നമുക്കിത് ഓർഡർ തന്നേക്കുന്നത് വെച്ചാൽ അവർ പ്രഗ്നൻ്റാണ്. അപ്പോൾ അവരുടെ 2 പേരൻസിനും, അപ്പോൾ ഹസ്ബൻഡിൻ്റെ പേരൻസിനും പിന്നെ അവരുടെ പേരൻസിനും കൊടുക്കാനായിട്ട് സെയിം ഒരുപോലത്തെ കേക്കാണ് നമ്മൾ അവർ റെഡിയാക്കി കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് സോക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ചോക്ലേറ്റ് ഗനാഷ് ക്രീമിനകത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മേളിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കണം. പിന്നെ അതിൻ്റെ മേളിൽ കുറച്ച് ചോക്കോ ചിപ്സ് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. സെക്കൻഡ് ലെയറും സെയിം ഇതുപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. എല്ലാം നമുക്ക് ചെയ്തിട്ട് ക്രം കോട്ട് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ഒത്തിരി റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ. എപ്പോഴും എല്ലാ വീഡിയോ ചോക്ലേറ്റ് കേക്കിന് കാണിക്കാറുണ്ട്. അത് കാരണം ഒത്തിരി റിപ്പീറ്റ് ചെയ്ത് കാണിച്ചില്ല കേട്ടോ. അപ്പോൾ അത് വീഡിയോ ഇച്ചിരി ലെങ്തി ആയി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കണേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ എപ്പോഴും പറയുന്നോട്ട് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ അത് ക്രം കോട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ കേട്ടോ. അപ്പോൾ സെക്കൻഡ് കേക്ക് നമുക്ക് ഇതുപോലെ സെയിം അതുപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന കേട്ടോ. ഷുഗർ സിറപ്പ് കൊണ്ട് സോക്ക് ചെയ്യുക. പിന്നെ നമുക്ക് ചോക്ലേറ്റ് ഗനാഷുള്ള ക്രീമും കൊണ്ട് നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ചോക്ലേറ്റ് ഗനാഷും ചോക്കോ ചിപ്സും നമ്മൾ ഇട്ട് കൊടുക്കണം അതിൻ്റെ മേളിൽ. അത് നമുക്ക് ക്രം കോട്ട് ചെയ്തിട്ട് ഞാൻ രാത്രി തന്നെ ഇത് സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പിറ്റേ ദിവസം നമുക്ക് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ അതാണെങ്കിൽ ഞാനാണെങ്കിൽ ഫോണിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഞാനാണെങ്കിൽ എല്ലാം റെഡിയാക്കി നമ്മൾ രാത്രി തന്നെ എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. ഇപ്പം മഴ സമയമായതുകൊണ്ട് സെറ്റ് ആവാനായിട്ട് ഒത്തിരി പാടാണ് കേട്ടോ. അപ്പോൾ സ്പഞ്ച് ബേക്ക് ആയത് കഴിഞ്ഞപ്പം മൈക്രോവേവിൽ തന്നെ ഞാനാണെങ്കിൽ ഒത്തിരി ചൂടായിരിക്കുമ്പോൾ വെക്കാൻ പാടില്ല കേട്ടോ. മൈക്രോവേവ് റൂം ടെമ്പറേച്ചറിൽ വന്നതിന് ശേഷം നമ്മൾ ഫോണിൻ്റെ കാര്യങ്ങളെല്ലാം രാത്രി തന്നെ നമ്മൾ സെറ്റാക്കിയത് മൈക്രോവേവ് വെച്ചിട്ട് മൈക്രോവേവിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. രാവിലെ ആയപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ നന്നായി പാകത്തിന് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നേ. ചൂടോടെ എടുത്ത് വെച്ച് കൊടുക്കല്ലേ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ആണെങ്കിൽ ഇത് ഫോണ്ടൻ ഷുഗർ ഇല്ലയോ. അപ്പോൾ അത് കാരണം പെട്ടെന്ന് മെൽറ്റായി പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. റൂം ടെമ്പറേച്ചർ വന്നതിന് ശേഷമേ വെച്ച് കൊടുക്കാവുള്ളൂ. അപ്പോൾ അത് ഞാനാണെങ്കിൽ ഫസ്റ്റ് ഇപ്പോൾ ഡെലിവറി ടൈം വന്നപ്പോൾ ഒരു 2-3 മണിക്കൂർ സമയം ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് നമ്മളിത് ഐസിങ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ പിങ്ക് ക്രീമും കൊണ്ട് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ആണെങ്കിൽ ബേബി പിങ്ക് ഒരു ക്രീമിനകത്ത് 1-2 നമുക്കാണെങ്കിൽ പിങ്ക് കളർ നമുക്ക് നോർമൽ പിങ്ക് കളർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഐസിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ സെക്കൻഡ് കേക്കും നമ്മൾ സെയിം ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് ഫൈനൽ കോട്ട് ചെയ്തതിന് സെറ്റ് ആവാൻ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് വേണം നമുക്ക് സെക്കൻഡ് കേക്കും നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. സെയിം അതുപോലെ തന്നെ നമ്മളിത് ഐസിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി നമ്മൾ ഫോണ്ടനൊക്കെ റെഡിയാക്കി വെച്ചില്ലായിരുന്നു. അതെല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. കുറച്ച് ഫോണ്ടൻ്റെ ഡെക്കറേഷനെല്ലാം ഞാനാണെങ്കിൽ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. മേളിൽ അവർക്കാണെങ്കിൽ ഫോണ്ടന് കുഞ്ഞു ഫ്ലവേഴ്സ് വേണമായിരുന്നു കേട്ടോ. അതെല്ലാം ഞാൻ പുറത്ത് തന്നെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്നും സെറ്റായില്ല കേട്ടോ. മഴയല്ലേ, അത് കാരണം സെറ്റ് ആവുന്നില്ലായിരുന്നു. പിന്നെ അകത്ത് നമുക്കാണെങ്കിൽ വെച്ചിരുന്ന സാധനങ്ങളെല്ലാം നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മൈക്രോവേവിൽ വെച്ചതൊക്കെ എല്ലാം നമുക്ക് ഡ്രൈ ആയി കിട്ടിയായിരുന്നു. അപ്പോൾ അതെല്ലാം വെച്ച് കൊടുത്തു. പിന്നെ ഇപ്പോൾ സൈഡിലൊക്കെ റോസ് വേണമായിരുന്നല്ലോ അവർക്ക് കുഞ്ഞത്. അപ്പോൾ അതാണ് നമ്മൾ റോസറ്റ് നോസിലില്ലേ, കുഞ്ഞ് റോസറ്റ് നോസിൽ കൊണ്ട് നമ്മൾ റോസ് നമുക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ പിങ്ക് കളറിൽ ഞാൻ ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ ഒരു ബെൽറ്റ് പോലെ താഴെ നമ്മൾ ലേസൊക്കെ എടുത്തില്ലേ നമ്മളാണെങ്കിൽ, അപ്പോൾ അതുപോലത്തെ ലേസ് പോലെ ഉണ്ടാക്കാനായിട്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിങ്ക് കളർ ഞാനാണെങ്കിൽ ഫോണ്ടിനകത്താണെങ്കിൽ 1-2 ഡ്രോപ്പിനകത്ത് ഇതുപോലെ പിങ്ക് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മളിതുപോലെ ടൈലോസ് പൗഡർ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണേ. മഴ സമയം ആണെങ്കിലും ഇല്ലെങ്കിലും ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഏത് കേക്ക് ടിന്നാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത് വെച്ചാൽ അതിനെക്കാട്ടി ഇച്ചിരി വലിയ സൈസ് വേണേ എന്നെടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ സൈസ് നോക്കി എല്ലാം നമ്മൾ അളവ് നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയാണെങ്കിൽ എടുക്കാനൊക്കെ വെക്കാനൊക്കെ പാടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ നേരത്തെ നോക്കണം കേട്ടോ. അതിനെക്കാട്ടി ഇച്ചിരി വലുതാണ്. അധികം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് മുറിച്ചെടുക്കാമല്ലോ. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചെറുതായി പോവാതെ സൂക്ഷിക്കണം. അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ മോളാവുള്ളത് കേട്ടോ. അവൾ എൻ്റെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യാറുള്ളത്. പിന്നെ വീഡിയോ ഒക്കെ ആണെങ്കിൽ ഞാൻ കേക്കിൻ്റെ ഒക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒക്കെ ആണെങ്കിൽ എല്ലാം എടുക്കുന്നതും അത് ശ്രദ്ധിക്കുന്നതൊക്കെ അവളാണ് ചെയ്യുന്നത് കേട്ടോ. മക്കൾ കൂടെ എപ്പോഴും കാണും എൻ്റെ. ഞാൻ എപ്പോഴും ഉച്ച സമയത്തൊക്കെ ആയിരിക്കും കേട്ടോ കൂടുതലും കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ 2 പേരും ഒരാൾ കോളേജിൽ നിന്നും വന്നിട്ടുണ്ടായിരിക്കും, ഒരാൾ സ്കൂളിൽ നിന്നും വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ 2 പേരും കാണും. അപ്പോൾ ആരെങ്കിലും ഒരാളായിരിക്കും ശ്രദ്ധിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ വെച്ച് കൊടുത്തില്ലേ. അപ്പോൾ ഇനി നമുക്ക് അതിന് വേണ്ടി ഇടയ്ക്ക് നടുക്കൊരു വെക്കാൻ ഒരു ബോ വേണം കേട്ടോ. അപ്പോൾ ഈ ബോ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ ബോയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഫോണ്ടൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ എളുപ്പമാണ്. പക്ഷേ ഇത് മഴ പെയ്ത് ഇരിക്കുന്ന സമയമാണെങ്കിൽ ഉള്ളൂ ഇത് ഡ്രൈ ആവാൻ ഭയങ്കര പ്രയാസം. ചൂട് സമയത്തൊക്കെ നല്ല സുഖമാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്യുമ്പോൾ തന്നെ ഡ്രൈ ആയി പെട്ടെന്ന് കിട്ടും കേട്ടോ. പക്ഷെ മഴ സമയത്ത് നല്ല പണി അതുപോലെ കിട്ടുകയും ചെയ്യും. ഒത്തിരി അങ്ങ് ഭയങ്കര ഇതായി പോയി കേട്ടോ. ഇത് ഇപ്പോൾ ഫോണ്ടൻ്റെ പണിയൊക്കെ മഴ സമയത്തൊക്കെ ചെയ്യാൻ
ഭയങ്കര പാടാണ് അത് ഡ്രൈ ആയി കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ അതേ കണ്ടില്ലേ ഇതുപോലെ നമ്മൾ ബോ വെച്ച് കൊടുത്തിട്ടുണ്ട്. മറ്റേ കേക്കിൽ ഇതുപോലെ നമുക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ബ്ലൂ കളറിലെ ഫോണ്ടൻ ഞാൻ റെഡിയാക്കി. അതിനകത്ത് ഇതുപോലെ കളർ ബ്ലൂ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ആക്കി എടുത്ത് ഒരു 4-5 ഡ്രോപ്പ് ആഡ് ചെയ്യേണ്ടി വരും കേട്ടോ, എത്രയും കളർ ചെയ്യാനായിട്ട്. അപ്പോൾ ആണെങ്കിൽ സൈഡിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ബ്ലൂ കളറിലൊരു ഇതുപോലെ വരും കേട്ടോ, പട്ടി പോലെ ഇങ്ങനെ വരും. അപ്പോൾ അതുപോലെ ചെയ്യാനായിട്ട് നമ്മളെല്ലാം കേക്കിൻ്റെ അളവ് വെച്ച് നോക്കിയിട്ട് വേണേ ചെയ്യാൻ, സ്കെയിലും കൊണ്ട് അളന്ന് നോക്കിയിട്ട് വേണം എല്ലാം ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതേ കണ്ടോ ഇതുപോലെ നടുക്ക് ഇതുപോലെ അവർ കസ്റ്റമൈസ് ചെയ്ത കേക്കാണ് കേട്ടോ. അവർ ഡിസൈൻസ് എങ്ങനെ നമുക്ക് അയച്ചെന്ന് വെച്ചാൽ സെയിം അതുപോലെ നമ്മളിത് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഷൂ ഒക്കെ ആണെങ്കിൽ ഞാൻ റെഡിയാക്കിയായിരുന്നു കേട്ടോ. അത് ഞാനാണെങ്കിൽ പണിയുടെ ഇതിലായ കാരണം ഞാൻ ശ്രദ്ധിച്ചില്ല, മക്കളാരും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അവർ ഫോണിനാണെങ്കിൽ വീഡിയോ ഓൺ ചെയ്യാൻ, ക്യാമറ ഓൺ ചെയ്യാനായിട്ട് മറന്നുപോയി കേട്ടോ. അതുകൊണ്ട് ഷൂ ഉണ്ടാക്കുന്നൊന്നും വന്നില്ല. അപ്പോൾ അത് നെക്സ്റ്റ് ഇതുപോലെ എപ്പോഴെങ്കിലും ഒരു കേക്കിന് ഇതുപോലെ ആണെങ്കിൽ ഓർഡർ എനിക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ അതേ നമ്മളാണെങ്കിൽ എല്ലാം ഇതാണെങ്കിൽ ഇടയ്ക്കാണെങ്കിൽ ഒരു സ്പഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, താഴോട്ട് താഴ്ന്നു പോകാതിരിക്കാനായിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മളാണെങ്കിൽ ഇതുപോലെ ഒരു ലേസും ഇതുപോലെ കെട്ടാനായിട്ടുള്ള ലേസ് നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ആക്കിയതിന് ശേഷം അത് മൈക്രോവേവ് രാത്രി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിറ്റേ ദിവസം ഇത് കണ്ടോ പാകത്തിന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സ്പഞ്ചൊക്കെ നമുക്ക് മാറ്റാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് തന്നെ സെറ്റായില്ല, കുഴപ്പമില്ല. ഇതുപോലെ റോസെറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചായിരുന്നു കേട്ടോ, പക്ഷേ അതൊന്നും സെറ്റായി കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അത് പിങ്ക് കളർ ക്രീം കൊണ്ട് തന്നെ റോസെറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കേക്കിലും ഒരുപോലെ ഞാൻ ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ. ഞങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ വീഡിയോസൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അപ്പോൾ നിങ്ങൾ ലൈക്ക് തീർച്ചയായിട്ടും ചെയ്യണം. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.